ഹലോ, അസ്സാം വലൈക്കും. ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സും ശരീരത്തിനും ഒരുപോലെ ബെനിഫിറ്റ്സ് കിട്ടുന്ന നല്ലൊരു ഷേക്ക് വീഡിയോ ആണ് കേട്ടോ ഇത്. വേറൊന്നുമല്ല, 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ ഷേക്ക് റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പെല്ലാം ഒന്ന് എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലി കളയണമെന്നില്ല, കാരണം നമ്മുടെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം എടുക്കുന്നുള്ളൂ. പിന്നെയില്ലേ, നമ്മൾ പുറത്തുനിന്നും വാങ്ങാത്ത നല്ല ഫ്രഷ്, നല്ല മരത്തിൽ നിന്ന് പറിച്ച് നല്ല ഫ്രഷ് മാങ്ങയില്ലെങ്കിൽ കൂടുതലും നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പുറത്തുനിന്ന് മേടിച്ച് വാങ്ങിയാണ്. അപ്പോൾ ഇതിൽ രണ്ടായിട്ട് രണ്ട് പീസാക്കിയിട്ട് ഇതിന് ഉള്ളിലത്തെ പൾപ്പെല്ലാം എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അങ്ങനത്തെ ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പുളിയുള്ളതൊന്നും എടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയായതുകൊണ്ട് തന്നെ കൈ തൊടുമ്പം തന്നെ അതിൻ്റെ ജ്യൂസെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടേനു. അങ്ങനെയെല്ലാം കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഞാനിവിടെ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് തന്നെ പാലെടുത്തിട്ടുണ്ട്. നമ്മൾ പാലിലടിക്കുമ്പോൾ അതിനെ ഷേക്ക് എന്ന് പറയും, പിന്നെ വെള്ളത്തിലടിക്കുമ്പോൾ അത് ജ്യൂസായിപ്പോവും. അപ്പം കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക. അങ്ങനെ ഒരു ഗ്ലാസ് പാലും 3 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ ഓവർ വെള്ളമാവരുത്. ഒരു എന്താ പറയുക, 1/4 ഗ്ലാസ് വെള്ളം, 1/4 ഗ്ലാസ്സും വേണ്ട, അതിലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനത്തെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഷേക്ക് കഴിക്കുന്ന സമയത്ത് ക്യാരറ്റ് ഷേക്കിലുണ്ടാവില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടീനെ. അത് ഏലക്കായ ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നത്. നല്ലൊരു ടേസ്റ്റേനു. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.